2024 കഴിഞ്ഞിരിക്കുകയാണ്. 2025 ആരംഭിച്ചിരിക്കുന്നു. വസ്തുതയിൽ 2025 കടക്കുമ്പം നമുക്ക് അത്ര വലിയ ആശയ്ക്ക് വകയുണ്ടോ? പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതിൽ എത്രത്തോളം നമുക്ക് ആവേശം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. വരും കാലങ്ങളിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അത്ര ശുഭകരമല്ല. അഴിമതിയെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച്, ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, സോഷ്യൽ മീഡിയയിലുണ്ടാകുന്ന കമൻറ്റുകളെക്കുറിച്ച്, ലോകരാഷ്ട്രങ്ങളുടെ സ്പർദ്ധയെക്കുറിച്ച് ഒക്കെ നാം വാസ്തവത്തിൽ ആകുലചിത്തരാണ്, ഉത്കണ്ഠാകുലരാണ്. നമുക്ക് തത്വശാസ്ത്രജ്ഞന്മാരും പോരാളികളും വിപ്ലവ നായകന്മാരും മഹാന്മാരും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അനുദിനം പിന്നോട്ട് പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേറുന്നു, ശക്തിയേറുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അതിനിടയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന വക നൽകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുമുണ്ട്. അതിൽ നമ്മൾ ആ വൈക്കോൽ തുരുമ്പിൽ കച്ചിത്തുരുമ്പി പിടിച്ചു നിൽക്കാനാണ് എനിക്കൊക്കെ താല്പര്യം. ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു കോവിഡിൻ്റെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു HMPV എന്ന് പറയുന്ന ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ജോലി ഇടങ്ങൾ, ഗവൺമെൻറ് ജോലികളുടെ കാര്യമല്ല പറയുന്നത്, അവിടെയൊക്കെ ഭയങ്കര സ്തംഭനാവസ്ഥയുണ്ട്. ആരുടെ മുഖത്തൊരു തെളിച്ചില്ല. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം അതിന് കരകയറാനുള്ള പരിശ്രമത്തിലാണ്. വയനാട് ദുരന്തങ്ങളും മറ്റുള്ള ദുരന്തങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രളയവും ഒക്കെ. കോവിഡിനോടനുബന്ധിച്ച് ഒരുപാട് കടകൾ പൂട്ടിയിട്ടുണ്ട്. വാടകയ്ക്കെടുത്ത പീടികയുടെ വാടക അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് അത് വിറ്റ് എത്രയും വേഗം നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തി. എല്ലാവരും ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. കടം കയറിക്കൊണ്ടിരിക്കും. പലരും ആത്മഹത്യയുടെ വക്കീൽ, പലരുടെയും ആധാരങ്ങൾ ബാങ്കുകൾ. ഈ സമയത്താണ് ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിൻ്റെ കൂടി വരവ്. തല കറങ്ങിപ്പോവും മനുഷ്യൻ. എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോഴന്നെ വളരെ അപകടത്തിലാണ്. എന്തായാലും ആശങ്കയ്ക്ക് വകയില്ല. ഇത് പഴയ പണ്ട് കാലത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തുമെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിയായ ആശങ്ക വന്നു. എന്നാൽ നമ്മുടെ വെറിയോ വംശീയ വെറിയോ അല്ലെങ്കിൽ അസഹിഷ്ണുതയോ ഒരൊട്ടും കുറവില്ലതാണ്. ഓരോ ദിവസവും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ എവിടെയും കച്ചവടത്തിൻ്റെ താല്പര്യങ്ങളാണ്. എവിടെയും വാർത്താമാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. ഒരു വിഷയം കിട്ടിയാൽ അത് ആഘോഷിക്കുകയാണ്. ആരോ പറഞ്ഞ പോലെ എല്ലിൻ കഷ്ണം എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്ഷേപമാണ് വാസ്തവത്തിൽ. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും ഇങ്ങനെയൊക്കെയാണ്. ആരും കുറ്റം പറയാൻ പറ്റില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ താല്പര്യം സംരക്ഷിക്കേണ്ട ഗതികേട് ഉണ്ടാവും. വാസ്തവത്തിൽ ആ രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒരേ മാധ്യമങ്ങളിൽ നിന്ന് മാറി മാറി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ രംഗത്തും സംശുദ്ധമായ രാഷ്ട്രീയമോ സംശുദ്ധമായ ഒരു ഇടത്തും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരോ സാമൂഹ്യ സേവന ഏത് രംഗത്തായാലും വീട് പോലും അവർക്ക് അന്യമായി പോകുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാം പളപ്പളുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള പാൻഡമിക് ആയിട്ടുള്ള വളരെ എല്ലാവരും പിടിച്ചു നിൽക്കുന്ന രോഗങ്ങളും കൂടിയായാൽ സാധാരണ മനുഷ്യർ ഏറ്റടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ. എന്തായാലും ഇതെല്ലാം കൂടുതൽ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. എന്നാലും നമ്മൾ ജാഗ്രതയിൽ ഇരിക്കാൻ വേണം.
പലവിധ സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പാഠം പഠിക്കുന്നില്ല. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞു, വയനാട്. എന്നാലും നമ്മൾ ഈ തമ്മിൽ തല്ലി നശിപ്പിക്കാൻ അസഹിഷ്ണുതയുടെ വലിയൊരു കാഹള ധ്വനിയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും. നമ്മൾ പെട്ടെന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ ഹണി റോസിൻ്റെ ഒരു പ്രശ്നമായി വരികയാണ്. വലിയൊരു പ്രശ്നം പോലെയായി മാറിയിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ എത്ര വേഗം ആക്ട് ചെയ്തു. അത് അമ്മ സംഘടന അനുകൂലിച്ചു. നിലവിലൊക്കെ സർക്കാർ അതിന് പിന്തുണ നൽകുകയും പോലീസ് സഡൻ ആക്ഷൻ നടത്തി. അതൊരു തരത്തിൽ നല്ലതാണ്. ഇപ്പോൾ പി.സി. ജോർജ് അടക്കം മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാമെന്നുള്ള, ആരെയും തെറി വിളിക്കാം എന്നുള്ളൊരു ലൈസൻസ് നമ്മൾ എവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മുടെ ധാരണ സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ കിടക്ക പങ്കിടാൻ പറയുന്നതോടൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ബോച്ചയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ കാശുണ്ട്, ഞങ്ങൾക്ക് പരസ്യത്തിന് വിളിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും കാണാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, പണം തരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ പണം, അധികാരം, പ്രശസ്തി വന്നാൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ പണ്ടത്തെക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. പണത്തിന് മേൽ പരുന്തും പറക്കില്ല നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ അതിനുണ്ട്. പക്ഷേ ബോച്ചയെ പിടിച്ചോടുകൂടി അല്പം ഒരു പേടി കടന്നിട്ടുണ്ട് വസ്തുത. പക്ഷേ ബോച്ചയ്ക്ക് ഇനി ഹൈക്കോടതി ജാമ്യം കൊടുക്കുമോ അല്ലെങ്കിൽ ഇതിലെ എങ്ങനെ പോകുമെന്നുള്ളത് തമ്പുരാൻ കണ്ട്. ഇപ്പോൾ നമുക്ക് സിദ്ദിഖിൻ്റെ കാര്യം കയറുന്നു, അവർ സുപ്രീം കോടതി പോയി, ഇപ്പോൾ ജാമ്യത്തിലാണ്. അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തതാണ്. ആ പെൺകുട്ടി തൻ്റെ പീഡനത്തിൻ്റെ ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടും, തനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. വേണമെങ്കിൽ നീതി കിട്ടുമായിരിക്കാം. പക്ഷേ ഈ പണമുള്ള ആളുകൾ അല്ലെങ്കിൽ അധികാരത്തിലുള്ളവർ അല്ലെങ്കിൽ പ്രശസ്തിയുള്ള ആളുകൾ എന്ത് ചെയ്താലും അതിനെ മറയ്ക്കാനുള്ള ഒരു സംവിധാനം സോഷ്യൽ മീഡിയയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ബോച്ചയ്ക്കും അനുയായികളുണ്ട്. ഇപ്പോൾ ഹണി റോസിനെതിരായിട്ടുള്ള ഭയങ്കര സ്ത്രീകളുടെ പക്ഷത്തും ഉണ്ടാവാം. ഞാൻ ഹണി റോസിനെ അംഗീകരിക്കുകയോ അതല്ല, നമ്മളുടെ ശരി ആയിരിക്കാം. അവർ കച്ചവടം ചെയ്യുന്നുണ്ടാവും. ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ഈ സമൂഹത്തിൽ വിൽപ്പന ചരക്കാക്കാൻ, ഏതാണ് കച്ചവടം മാർക്കറ്റ് ചെയ്യാൻ ലാഭം ഉണ്ടാക്കാമെന്ന് കരുതുന്ന ആളുകളുടെ ലോകമാണ്. അപ്പോൾ ബോച്ച ഹണി റോസിന് വിളിക്കും. അതുപോലുള്ള നമ്മുടെ സർക്കാരുകളൊക്കെ സിനിമാ നടന്മാരെ കൊണ്ടിരുത്തും. രാഷ്ട്രീയ നേതാക്കൾ പ്രാധാന്യം സിനിമാ നേതാക്കൾക്കായി മാറിയിരിക്കുന്നു, സിനിമാ നടന്മാർക്കായി മാറി. വിൽപ്പന മൂല്യമാണ് അതിൽ. അവർ എന്ത് ചെയ്താലും കുഴപ്പം, പ്രശസ്തി വന്നാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അതിന് താങ്ങാൻ, അതിനെ ന്യായീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, മതസംഘടനകളാവട്ടെ, സാമൂഹിക സംഘടനകളാവട്ടെ, സാംസ്കാരിക സംഘടനമാരാകട്ടെ എന്താണ് ബോച്ച ഇപ്പോൾ ചെയ്യുന്നത്? എത്ര ക്രൂരമായിട്ടുള്ളൊരു കൊണ്ടുവന്നിട്ടുള്ള താൻ തന്നെ വിളിച്ചു കൊണ്ടുവന്നാണ്. ഇവരൊക്കെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ അവർ വസ്ത്രധാരണം ചെയ്യുന്നിട്ട് കൊണ്ടുവന്നിട്ട് അവർ തിരിക്കുന്നു. എന്നിട്ട് കുന്തിദേവി എന്ന് വിളിക്കുന്നു. ഒട്ടേറെ അശ്ലീല ഭാഷ ഉപയോഗിക്കുന്നു. അയാളുടെ ഞാൻ തുറന്നു എല്ലാം പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തുറന്നു പറയുന്നത് തൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കൊക്കെ വന്നാൽ സഹിക്കാൻ പറ്റില്ല വാസ്തവത്തിൽ. അപ്പോൾ ആ തരത്തിലുള്ള അതിനനുകൂലിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ ഹണി റോസ് ഇങ്ങനെ ചെയ്യുന്നില്ലേ? ശരിയായിരിക്കും ചിലപ്പോൾ. ഹണി റോസ് തൻ്റെ ശരീരം കാണിച്ചു കൊടുക്കുന്നു. ഈ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നു. ആ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാം ലൈസൻസ് ഉണ്ടോ? നമുക്ക് ലൈസൻസ് ഉണ്ടോ? നിങ്ങളൊന്നല്ലെങ്കിൽ കാണാതില്ല. കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് ഏറ്റവും വലിയ നല്ലത്. അല്ലാണ്ട് അവരുടെ ശരീരത്തിൽ ഒരു ഭാഗം വീർത്തു, ഒരു ഭാഗം ചുരുങ്ങി, ഒരു ഭാഗത്ത് കാണാൻ ഭംഗിയുണ്ട്. ആ കാണാൻ ഭംഗിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ലൈംഗികമായ തൃഷ്ണ അനുസരിച്ച് ഉള്ളൊരു ശരീരഘടന ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തെ മാന്തി പൊളിക്കാമെന്നാണോ? അല്ലെങ്കിൽ അവർ ലൈംഗികമായിട്ട് താല്പര്യത്തോടുകൂടി സമീപിക്കാമെന്നാണ്? ഇതാണോ ജനാധിപത്യം? അത് തെമ്മാടിത്തരാണോ അസുഖം? അവർ ലൈംഗികമായിട്ട് ചോദിച്ചോളൂ. ഇപ്പോൾ നീളാ നമ്പ്യ പറഞ്ഞു, എൻ്റെ ശരീരമാണ്, ഞാൻ ആരും കാണിച്ചു കൊടുക്കുന്നു, ഞാൻ ടൗസ് ഇടുന്നു, ഞാൻ ഷർട്ട് ഇടുന്നു, കുടച്ചു വിടുന്നു, എൻ്റെ ശരീരം കാണിക്കുന്നു. ഇത് ഭയങ്കര താല്പര്യമുള്ളവർ ഭാര്യയും കുട്ടികളും പോലെ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വ്യഭിചാരം അവർ മാന്തും സിഗരറ്റിൻ്റെ മണമൊന്നും ഞാൻ ഏൽക്കാൻ തയ്യാറാവില്ല. എനിക്കിങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ എൻ്റെ വീട്ടിൽ നടത്താൻ പരിപാടി എന്ന് പറയുന്നു. അത് ശരിയാണോ തെറ്റുന്ന മറ്റൊരു കാര്യം. ഇതെല്ലാം പുരുഷ കേന്ദ്രീകൃതമാണെന്നും പുരുഷൻ്റെ താല്പര്യത്തിനനുസൃതമായി സ്ത്രീകളും അടിമപ്പെടുകയാണെന്നും കൂടുതൽ അടിമകളാണെന്നും ആവുന്നതാണെന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ പുരുഷന്മാർക്കോയ്മയ്ക്കെതിരായിട്ട് എന്ന് പറഞ്ഞിട്ട് പുരുഷനെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ പുരുഷന് ശരിക്കും ഈ കടിച്ച പാമ്പിനുകൊണ്ട് വിഷമിറക്കാമെന്ന് പറഞ്ഞ പോലെ പുരുഷൻ്റെ തന്നെ ഈ രോഗത്തിനെ മറുമരുന്ന് ഈ രീതിയിൽ ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിമതികളും കൂടിയാണ് വാസ്തവത്തിൽ. അതിൻ്റെ പേരിൽ അവർ
വസ്ത്രം ഇങ്ങനെ ഇടുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് മതം പൊട്ടുന്ന രീതിയിലുള്ള വസ്ത്രം അവരിടുന്നു പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം. എൻ്റെ വികാരം വ്രണപ്പെട്ടു. അത് കുമാരനാശ പറഞ്ഞ പോലെയാണ്, എനിക്ക് ഉടൽ വന്നതിന് ഞാനാണ് ഉത്തരവാദി. എനിക്ക് ശരീരപടി വന്നതിന്, നിങ്ങളുടെ മനസ്സിലുള്ള ശരീരപടി എനിക്കുണ്ടായതിന് ഞാനാണ് ഉത്തരവാദി. എനിക്ക് മാറിയിടുന്നതിന് ഞാൻ പറഞ്ഞു ഞാൻ സ്ത്രീയായി ജനിക്കാൻ. അത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ സമയത്ത് ഒരു ഫേസ്ബുക്കിൽ വളരെയധികം ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റാണ് വസ്തുത്തിൽ. അത് സാറ ബാൾട്ട്മാൻ എന്ന് പറഞ്ഞാണ്. ഈ ദക്ഷിണാഫ്രിക്കയിലാണ്. 1789 അവർ ജനിക്കുന്നത്. അവർക്ക് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടാകുന്നു. ഈ ഗോഗോയ്, അതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഗോഗോയ് എന്നുള്ളൊരു ഗോത്രവർഗ്ഗമാണ്. അവർക്ക് നിതംബം വലിപ്പം കൂടുതലുണ്ട്. പ്രത്യേകിച്ച് സാറയ്ക്ക് അതിനെ കൂടുതലുണ്ട്. അതിനൊരു അവസ്ഥയാണ്. യഥാർത്ഥ രൂപത്തിൽ വളരെ വലിയൊരു നിതംബമാണ് അവർക്കുണ്ടായിപ്പോയത്. അവരുടെ കുറ്റമല്ല വാസ്തവത്തിൽ. അതിൻ്റെ പേരുണ്ടാവുന്ന സംഭവങ്ങൾ പറയുകയാണ്. അവർ ഒരു ജോലിക്ക് പോകുന്നു. അമ്മ 2 വയസ്സിൽ മരിച്ചു, അച്ഛൻ 4 വയസ്സിൽ മരിച്ചു, പെൺകുട്ടി തൻ്റെ മകൾ ചെറുപ്പത്തിൽ മരിച്ചു, ഞങ്ങൾ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെയായപ്പോൾ നിരാലംബിയായ പണിക്ക് പോകുന്ന വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം ആരോ അവരുടെ സഹോദരങ്ങൾ വരുന്നു. ഈ കുട്ടിയെ കാണുമ്പോൾ ആരോ പറഞ്ഞ പോലെ ഒരു മാനിനെ കാണുമ്പോൾ നമുക്ക് ചിലർക്ക് അതിൻ്റെ സൗന്ദര്യമാണ്, ലാളനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയാണ് ആസ്വദിക്കുന്നത്. ഇറച്ചി വെട്ടുകാരന് അതിൻ്റെ എത്ര കിലോ തൂക്കം ഉണ്ടെന്നാണ്, വേട്ടക്കാരന് എത്രത്തോളം വില കിട്ടുന്ന, അങ്ങനെ ഓരോരുത്തരാണ് അവൻ്റെ സംസ്കാരം അനുസരിച്ച് കാണുന്നത്. ഇയാളുടെ സംസ്കാരം ഒരു മുതലാളിത്തം എന്താണെന്ന് കാണിച്ചിരുന്നതാണ് വാസ്തവത്തിൽ. അദ്ദേഹം കണ്ടത് ഈ സ്ത്രീയെ ഇതിനെ എങ്ങനെ വിൽപ്പന ചരക്കാക്കാം എന്നാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പം കൂടിയ നിതംബം, യൂറോപ്പിൽ നിതംബം വലുതാണെങ്കിൽ സൗന്ദര്യം കൂടുമെന്നുള്ള ധാരണയെ ചൂഷണം ചെയ്യാൻ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന പെൺകുട്ടി ആണെന്ന് ധരിച്ചുകൊണ്ട് അവരെ ലണ്ടനിലേക്ക് എത്തിക്കുകയാണ്. ലണ്ടനിൽ അവരെത്തിക്കുന്നു. ഒരു ഇരുമ്പ് കുട്ടിൽ ഒരു പ്രദർശന വസ്തുവാക്കുന്നു. എത്ര ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആളുകൾ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങാണ്ടിരിക്കും, തൊഴിക്കുന്നു, ചിരിക്കുന്നു, നടക്കുന്നു. അങ്ങനെ ഒരുപാട് പണം ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് അടിമത്വം നിർത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, പാരീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പാരീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു മൃഗശാല നടത്തുന്ന ആൾക്ക് വിട്ടുകൊടുക്കുന്നു. അവിടെ മദ്യശാലയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മദ്യശാലയ്ക്ക് ഈ സ്വീകരിക്കുക. ഹോട്ടലിന് മുന്നിൽ ആളെ നിർത്തില്ല നമ്മൾ, ഹോട്ടൽ ഭക്ഷണം അതേപോലെ ഈ പെൺകുട്ടിയെ അവതരിപ്പിക്കുകയും അവിടെ നിർബന്ധിത ലൈംഗിക ചൂഷണത്തിനും മദ്യപാനത്തിനും ഇടയാവുന്നു. ഏകദേശം 26ാമത്തെ വയസ്സിൽ മരിക്കുന്നു എന്നുള്ള സംഗതികളാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുണ്ടാക്കുന്ന ഒരേപോലെയല്ല ലൈംഗിക താല്പര്യങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാക്കുന്നത്. അത് വെച്ച് ഏൽപ്പിക്കുന്നതാണ്. ആദ്യകാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം മുണ്ടെടുക്കും, പൊക്കിൾകുടികൾ ആർക്കെങ്കിലും അങ്ങനെ ലൈംഗിക വികാരം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മാറിടം കാണിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ എന്നാണ് മാറിടം? അതുകൊണ്ട് മാറിടമൊക്കെ പിടിച്ചു വലിച്ച് മുറിച്ചു കൊണ്ടുവരുന്നു ആരെങ്കിലും? ഇല്ല. നമ്മുടെ തലച്ചോറിൽ, ഉപബോധ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഏൽപ്പിക്കപ്പെട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സൗന്ദര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ സൗന്ദര്യബോധം ഒരാൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അയാൾ അറിഞ്ഞിട്ടില്ല അയാൾക്ക് സൗന്ദര്യബോധം വന്നു എന്ന്. പിൻഭാഗം നിതംബം കൂടിയത് അയാൾ അറിഞ്ഞുകൊണ്ടല്ല. വന്നു കഴിഞ്ഞാൽ അയാൾ ആക്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് ജനാധിപത്യമാണ്. അതല്ല ലൈസൻസാണെന്ന് പറയേണ്ടത്. ഈ സാറ ബാൾട്ട്മാൻ്റെ ചരിത്രം പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിട്ടും ആൾ വിട്ടുകൊടുത്തില്ല ഈ വൈകൃതമുള്ളവർ. അദ്ദേഹത്തിൻ്റെ മുലയും ഗുഹ്യഭാഗം ടൂറിനെടുത്ത് ബാക്കിയുള്ളതെല്ലാം എക്സിബിഷനിൽ വെച്ചു എന്നും അദ്ദേഹത്തിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രതിമ ഉണ്ടാക്കിയും അതും ഒരു വിൽപ്പന ചരക്കാക്കി. നെൽസൺ മണ്ടേലയാണ് തൻ്റെ നാട്ടിലേക്ക് ആ പെൺകുട്ടിയെ, സഹോദരിയെ കൊണ്ടുവരുന്നത്. വളരെ വിപുലമായി തൻ്റെ ഇത്ര കാലമുണ്ടായി അടിമ. സ്പാർട്ടക്കസാണ് എനിക്ക് ഓർമ്മ വന്നത്. വസ്തുത്തിൽ 2 സ്പാർട്ടസ് നമുക്കതിൽ പറയുക. അന്ന് കാലത്ത് അടിമകളെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിച്ച് കൊല്ലുന്നത് വരെ യുദ്ധം ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പണം കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ സ്പാർട്ടക്കസ് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗോത്രവർഗത്തിൻ്റെ ഏറ്റവും നിരാലംബിയായ സ്ത്രീയെ നമ്മൾ എത്ര വിൽപ്പന ചെറുക്കാക്കുന്ന ഒരു കച്ചവട മനസ്സിൻ്റെ ഒട്ടമക്കളായി മാറുമ്പോൾ മാനവികതയും മനുഷ്യത്വം ഇല്ലാതാവുകയാണ്.
അവിടെ കൊണ്ടുപോകുന്നു. അവിടെ നാട്ടിൽ വളരെ വിരോചിതമായി ഇരിക്കുന്നു. നൂറ്റാണ്ടുകൾ അനുഭവിച്ച പീഡനങ്ങൾക്കും ഏറ്റവും കീഴാളരായ മനുഷ്യർ അടിച്ചമർത്തപ്പെടുകയും പീഡിപ്പിക്കുകയും ആക്രമിക്കപ്പെടുന്നവർക്കെതിരായി ഇതാ അവർക്ക് മാനം കൊടുത്തിരിക്കുന്നു, അഭിമാനം കൊടുത്തിരിക്കുന്നു. അത് തങ്ങൾക്കും കൂടി അഭിമാനം ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്ന കറുത്ത മാർബിളിൽ കൊത്തിവെച്ച ശിലയിൽ വീണ്ടും അതിൽ വെള്ള പെയിൻ്റ് അടിക്കാനുള്ള ഈ ഞരമ്പ് രോഗികളും വംശീയവാദികളും ഉണ്ട് എന്നും കൂടി കാണിക്കണം. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ വംശീയതയ്ക്കെതിരെ, അപ്പാർത്തൈഡിനെതിരെ, മനുഷ്യത്വ വിരുദ്ധമായ എതിരേക്ക് നമ്മൾ പോരാടി മുന്നേറിയത്. ഇപ്പോഴും അതെടുക്കുകയാണ്. ഹണിറോസിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയില്ല. പക്ഷേ ഹണിറോസ് പറഞ്ഞ സംഗതി ഇനി രാഹുൽ ഈശ്വരോട് പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, പക്ഷേ ഒരു സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. അത് നമ്മളോടാണ് ചോദിക്കേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പെൺകുട്ടി ട്രൗസറായിട്ട് വന്നപ്പോൾ ഞാൻ ആകെ അമ്പരന്ന് പോയി. നമ്മുടെ നാടിൻ്റെ പെൺകുട്ടികളെല്ലാം ട്രൗസർ ഇട്ടാൽ അത് ലൈംഗികതയായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്, സെക്സിയായിട്ട് തോന്നും, മറ്റുള്ളവർ ആക്രമിക്കപ്പെടും എന്നാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ അന്ന് കസവെന്നാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടിയെ, എന്നിട്ട് അതിന് പിന്നാലെ മുതിർന്ന ഞങ്ങളുടെ ആൺകുട്ടികളുടെ പെൺകുട്ടിയെ പോലെ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അവളെ പിടിച്ച് ചുംബിക്കുന്നതും ഈ അന്ന് കാലത്തെ സിനിമയിലൊക്കെ ഇതായിരുന്നു. ഞാൻ കഴിവ്. പക്ഷേ മകൾ പറഞ്ഞ് ഞങ്ങൾ ഈ ട്രൗസർ ഇട്ടിട്ട് എന്താണ് കുഴപ്പം, ഞങ്ങൾക്കുള്ള ശരീരം ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സിന് ഓരോ കുഴപ്പമുണ്ടായത് ഞങ്ങളെന്തിനാണ് ആസ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ ട്രൗസർ ആയിട്ട് അപ്പച്ചൻ ട്രൗസർ ഇടുന്നില്ലേ, എന്നിട്ട് ആരും ട്രൗസർ കാല് കണ്ടിട്ട് വല്ല വികാരഭരിതനാകുന്നുണ്ട്. വളരെ ന്യായമായൊരു ചോദ്യമാണ് ഞാൻ പലപ്പോഴും തോന്നി. അത് 4 ദിവസം കണ്ടോടുകൂടി ചെയ്യുന്നതോട് നമ്മുടെ ആ പ്രയാസമൊക്കെ മാറും. മാസത്തിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ബാസ്കറ്റ് ബോൾ പണ്ട് കാലത്ത് ഞങ്ങൾ NCSിലുള്ളപ്പോൾ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ട്രൗസറൊക്കെ ഇട്ട് വന്ന് ആദ്യമൊക്കെ നമുക്ക് പരിഭ്രമമുണ്ടാവും. നമുക്ക് കേട്ട് പരിചയമുള്ള കണ്ട് തലച്ചോറ്, ആരും കുറ്റമല്ല, തലച്ചോറ് ഫീഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം സെക്സിയാണെന്നാണ് തോന്നുന്നത്. ഇതല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഈ വസ്ത്രം മാറുമ്പോൾ ചിലർ ഭയപ്പെടുന്നത് കണ്ടില്ല. വാസ്തവത്തിൽ ഈ അടുത്ത കാലത്തൊരു ഞാനിപ്പോൾ ചാനലിൽ കണ്ടൊരു അതൊരു മതപണ്ഡിതനാണെന്ന് പറഞ്ഞ കല്യാണം നടത്തി അതിൽ നന്നായിട്ട് പാടി ആ പാട്ടിൽ ഡാന്ന് വിളിച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടി നന്നായിട്ട് കളിച്ചു, നല്ല വസ്ത്രം ഇട്ടു. വാസ്തവത്തിൽ വേറെ മുറികൾ തന്നെയാണ് ചെയ്യുന്നത്. വളരെ ഗോപ്യമായി, വളരെ മലബാറിൻ്റെ സംസ്കാരം. എന്നിട്ടും അയാളെ കൊല വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര നമ്മുടെ മനസ്സിലനുസരിച്ചിട്ടാണോ മാറ്റപ്പെടേണ്ടത്? ഒരാൾ വളരെ മുഖം നന്നായി, ചിലർക്ക് ചുണ്ടായിരിക്കും, ചിലർക്ക് കവിളായിരിക്കും, ചിലർക്ക് കൊപ്പൂടിയായിരിക്കും, ചിലർക്ക് കാലായിരിക്കും. ഇതെല്ലാം വെച്ചിട്ട് കാലൊക്കെ മുറിച്ച് മാറ്റാൻ പറ്റും മനുഷ്യരുടെ. എവിടെ വരെ വസ്ത്രം ഇടാൻ സാധിക്കും? അപ്പോൾ അത് നമ്മളാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് സത്യം. ഹണി റോസ് ശരിയാണ്. അത് വസ്ത്രം ഇട്ട് നിതുമലേശം വലിപ്പുണ്ടായി അല്ലെങ്കിൽ കുറച്ച് കാണാൻ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ വിലക്കിന് മേടിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവർ വ്യഭിചാരം തന്നെ നടത്തിയിട്ട് അവകാശം പിടിച്ച്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ വരണമെന്നുണ്ട്. ബോച്ച പറയുന്നു, ഞാൻ ആരോ പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്, ടിക്കറ്റ് തരാമെന്ന് ഏതോ ഒരു സ്ത്രീയോട് പറഞ്ഞു എന്നും പറയുന്നത് കേൾക്കുന്നു. ഇത് ധൈര്യം മേടിക്കുകയാണ് വാസ്തവത്തിൽ. ഇത് ശരിയായ നിലപാടല്ലെന്ന് മാത്രമല്ല, ഇതിപ്പോൾ ഇങ്ങനെ ബോച്ചയെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പണം അത് എല്ലാവർക്കും ബാധ്യമാണ്. എല്ലാവരും ആക്കണം. സിദ്ദിഖിനും അത് ബാധകമാണ്, നമ്മുടെ മുകേഷിനൊക്കെ ബാധകമാക്കേണ്ടത് വിഷയങ്ങളാണ്. ഇവിടെ സിനിമാ നടന്മാരൊക്കെ അംഗീകരിച്ചു. പക്ഷേ സിനിമാ നടന്മാരുടെ കാര്യം വരുമ്പോൾ അവരൊന്നിക്കുകയും ഈ മറ്റുള്ള അതിജീവിതയെ ഏറ്റവും ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യും. അത് ശരിയല്ല. ഇപ്പോൾ PC ജോർജ് മുസ്ലിം താങ്ങേറ്റം മുസ്ലിം വിരുദ്ധം, മനുഷ്യത്വ വിരുദ്ധം, മുസ്ലിം വിരുദ്ധം എന്നല്ല പറയേണ്ടത്. നിങ്ങൾ പാകിസ്ഥാനിൽ അതായത് ഈ സന്ദീപ് വാര്യർ ഒരു കാലത്ത് മുസ്ലിം വിരുദ്ധത പറഞ്ഞു, ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയി BJP പറയുന്ന പോലെ തന്നെയാണ്. എവിടെയോ രക്ഷ കിട്ടാൻ വേണ്ടി മുസ്ലിമുകൾ, അന്ന് കാലത്ത് മുസ്ലിമിൻ്റെ വലിയ പക്ഷത്തു നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരു ഗതി കെട്ടാണ്ടായി, പട്ടിക്ക് പോലും വലിയാത്ത ഇപ്പോൾ രക്ഷ കിട്ടാൻ വേണ്ടി അതിതീവ്രമായിട്ടുള്ള സങ്കുചിതമായ ഹിന്ദു തീവ്രവാദികൾക്ക് സ്വീകാര്യത കിട്ടാൻ വേണ്ടി BJPക്കാർ പോലും പറയാത്തത്, നമ്മുടെ നരേന്ദ്രമോദി പോലും പറയാത്ത രീതിയിൽ മുഴുവൻ ആളുകളും തീവ്രവാദികളാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ ഒരു ചർച്ചയിൽ പറയണം. എന്താ തരം ഒരു പേരിൽ കേസ്? ഇത്തരം സംവിധാനങ്ങൾ മനുഷ്യനെ രണ്ടാക്കി അഹിംസയുടെ പേരിൽ മനുഷ്യരെ പരസ്പരം വൈരം സൃഷ്ടിക്കുന്ന ഏതാളെയും വിട്ടുകൊടുക്കാൻ പാടില്ല. തക്കതായ നടപടികൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എന്നുള്ളതാണ്. അതിൽ ജനറൽ തുല്യനീതി ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് വേറെ ഒരു പേരുകൾ ഞാൻ മറക്കാണ് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് സഫീന ഒക്കെയാണെന്ന് തോന്നുന്നു പേര്. ആ ഒരു ഗ്രൂപ്പ് യൂട്യൂബ് ചാനലുകളാണ്. ഭയങ്കര ഭാഷ, ചിലയിടത്ത് ഭയങ്കര ബോറൻ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ അവർ 6 മൊബൈൽ മേടിച്ചു കൊടുത്തു പോലീസ്.
അവർക്ക് വാടകയ്ക്ക് താമസിക്കണം, അവിടെ പോലീസുകാർ വരികയാണ്, കേസുകളാണ്. ഈ വേറെ തെറ്റോ അയാളോട് ചെയ്തിട്ടില്ലേ, ഇങ്ങനെയുള്ള യൂട്യൂബ് ചെയ്തിട്ടുള്ളവർ പിടിച്ച്. ഇപ്പോൾ ചിലരുടെ അടുത്ത് അതിക്രൂരമായി ആക്രമിക്കുക, ചിലരുടെ അടുത്ത് ഭയങ്കരമായിട്ട് നിഷ്പക്ഷമാവുക, ചിലയിടത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക. ഇത് ശരിയായ നിലപാടല്ല. ഇത് തക്കതായ നിലപാടുകൾ എടുക്കണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റത് എനിക്ക് തോന്നി മറ്റൊരു ഫേസ്ബുക്ക് കൂടി ഞാൻ കണ്ടതാണ്. അത് വളരെ കള്ളയിക്കുന്നതാണ്. അത് നന്മയുടെ ഒരു ഭാഗം കൂടിയുണ്ട് അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാസ്തവത്തിൽ ആദ്യം 2 ദിവസം ഈ ഫേസ്ബുക്കിൽ ആരൊക്കെ എഴുതിയപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഒരു നീളത്തിലാണ് വായിക്കാൻ തോന്നിയില്ല. പിന്നെ ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ വളരെ എനിക്ക് ഇഷ്ടം തോന്നി. വാസ്തവത്തിൽ അത് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ വായിച്ച ദാന മാജി എന്നാണ്. അമലങ്ക എന്നാണ് ഭാര്യയുടെ പേര്. എൻ്റെ ഏറ്റവും ചെറിയ മനുഷ്യരാണ്. അദ്ദേഹത്തിന് ക്ഷയരോഗം, അതിൻ്റെ ഇടയ്ക്ക് മലമ്പനി വന്നു. തൊട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നടപ്പായില്ല. അവിടുന്ന് അവർ കൊണ്ടുപോകാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ 3500 രൂപ. 3000 രൂപ കൊടുത്ത് അവൻ ആംബുലൻസിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നു. ആകെ 500 രൂപയുള്ളൂ. രക്തം പരിശോധിക്കാൻ 400 രൂപ, 100 രൂപ രജിസ്ട്രേഷൻ ഫീസ്. നിസ്സാര പൈസ മാത്രം കഴിയും. അവിടെ ഇതിന് അസുഖം കൂടി. ആ ഡോക്ടറോട് പറയുന്നുണ്ട് അസുഖം കൂടിയിട്ടുണ്ട്. അവർ പറഞ്ഞു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്. അതിനുള്ള പൈസയും അവരുടെ കയ്യിൽ. അഡ്വാൻസ് കൊടുക്കണം ആംബുലൻസിന്. രാത്രി കടുത്ത പനി കൂടി. ആ സ്ത്രീ പറഞ്ഞു അമലങ്ക എന്നുള്ള തൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് ഇളയ കുട്ടിയെ കാണണം. പക്ഷെ കാണാൻ യാതൊരു നോക്കില്ല. മൂത്ത കുട്ടി മാത്രമാണ്, ശാന്തിനി എന്നുള്ള കുട്ടി മാത്രമേ ഉള്ളൂ. അവൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷേ ഒരു കാര്യം ചെയ്യണം, എന്നെ ഇവിടെ വലിച്ചെറിയണം, എൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരണം, എൻ്റെ പിഞ്ചു കുട്ടികൾ അവിടെയാണ്, അവരെ കാണിച്ചു കൊടുക്കണം, ഗ്രാമത്തിലേക്ക് കൊണ്ടുവരണം. ആ ഭർത്താവിൻ്റെ ദയനീയ മുഖം പെൺകുട്ടി ആർത്ത് വിളിച്ച് കരയാണ്. കുട്ടിച്ചാണ്ടി അയാളിൽ പൈസയില്ല. അയാളത് കുറച്ച് പുലർച്ചയായപ്പോൾ ആൾ മരിച്ചു. തൻ്റെ ഭാര്യയോട് കാണിക്കേണ്ട വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം ആ സാരിയിൽ പൊതിഞ്ഞ് തൻ്റെ തോളത്തിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. കുട്ടി വാവിട്ട് കരയുകയാണ്. 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇതെടുത്ത് പൊന്തിക്കാൻ കൊണ്ടു നടക്കാൻ പറ്റേണ്ട ഭർത്താവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, ഗതികേട് കൊണ്ട്. പക്ഷേ മകൾ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അമ്മയെ ഉപേക്ഷിക്കരുത്, അമ്മയുടെ വാക്ക് പാലിക്കണം. നമ്മുടെ അനിയത്തികളും അവർക്കും വീട്ടുകാരും കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ കൊണ്ട് തന്നെ അത് എൻ്റെ കണ്ണ് നിറയാണ്. അയാൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്ന് 10 കിലോമീറ്റർ ആയപ്പോഴാണ് ഏതോ ഒരു വനത്തിലൂടെ കടന്നാൽ വേഗം എത്തും എന്ന് പറഞ്ഞു. വനത്തിലൂടെ കടന്നപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ തടഞ്ഞു. എന്താണ് ഈ സംഗതി? അതിൻ്റെ ഇടയ്ക്ക് തന്നെ പലരും തടഞ്ഞു. എന്തോ സംഗതി? വേറെ കാശില്ലാത്തതുകൊണ്ടാണ്. അവരെല്ലാം അവസാനം പറയുന്നത് രക്ഷപ്പെടുത്താനല്ല, കൂടുതൽ നന്നായിട്ട് പൊതിഞ്ഞു കൊണ്ടുപോകും. വനപാലകനും തടഞ്ഞു. ആ തടഞ്ഞ സമയത്താണ് ഏതോ പ്രാദേശിക ലേഖനം കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ വാർത്തയാവും, അതുകൊണ്ട് എന്നെ ഈ വനം പാലകനും അത് ബുദ്ധിമുട്ടാവും. ഈ വനപാലകൻ വാർത്ത കൊടുക്കാതിരിക്കാൻ 1000 രൂപ കൊടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ വനപാലകൻ 10 കിലോ അദ്ദേഹത്തിൻ്റെ കൂടെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നു. മര്യാദയുണ്ട്. പലപ്പോഴും ക്ലിക്കെടുത്ത് മാധ്യമങ്ങളിൽ വാർത്ത തേടുന്നതും പുരസ്കാരം വാങ്ങിക്കാനാണ് പറഞ്ഞത് പല മാധ്യമ പ്രവർത്തകരും ചെയ്യാറ്. ഒരു ആഫ്രിക്കയിൽ ഒരു കുട്ടിയെ കഴുകനെടുക്കുന്നത് കണ്ട് ഫോട്ടോ എടുത്ത ആത്മഹത്യ ചെയ്തവരുണ്ട്. വേറെ ഒരു സ്ത്രീ അവരുടെ മകളെ ഈ കുട്ടിയെ ദത്തെടുത്ത് വലുതാക്കിയ ഉണ്ട്. ഈ ലേഖനം നടക്കുകയും അവസാനം ഫോൺ ചെയ്യുകയും അവരുടെ ചാനലിൽ നിന്ന് ഒരാൾ വരികയും ഒരു കോഴിയെ ഇറക്കിയ വണ്ടിയിൽ ഈ ഒരു പെട്ടിയിൽ കയറ്റിയിരുത്തുകയും അതിനിടയ്ക്ക് അവരുടെ സാമൂഹിക പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ട് അവരെ വീട്ടിക്കൊണ്ടുപോകും. നാട്ടിൽ എത്തുമ്പോൾ വീട്ടിലേക്ക് കടക്കാൻ വഴിയില്ല. 2 കിലോമീറ്ററോളം അവർ ഒരു നാട്ടുകാരെല്ലാം ചുമന്നുകൊണ്ട് ആ വീട്ടിൽ പോവുകയാണ്. ഇത് രംഗം കാണുന്നതോടെ കുട്ടികളുടെ വാവിട്ട് കരയും. 5:30 ശവം. പക്ഷേ ഈ വാർത്ത ലോകമഴ അറിയും. ഞങ്ങളുടെ നാട് നശിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട് എല്ലായിടത്തും. പക്ഷേ ബഹ്റിനിലത്തെ രാജാവ്, ആ രാജാവിന് ദയ തോന്നുകയും അവർ 8 ലക്ഷം ഏകദേശം രൂപ അയച്ചു കൊടുക്കുകയും വലിയൊരു കാര്യമായിരുന്നു. എല്ലാവരും ചീത്ത പറയുമെങ്കിൽ ഡൽഹിയിൽ നിന്നത് വാങ്ങിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെ ചേർത്തിരിക്കുകയാണ്. 5ാം ക്ലാസ്സിലാണ് കുട്ടി. 2 കുട്ടികൾ അവിടെ ഒന്ന് കിട്ടി. ഇതും മനസ്സലിയിക്കുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലുണ്ട് എത്തിയാൽ. ഇപ്പം എന്നെ ഇന്നലെ മിനിഞ്ഞാന്നൊരു ഫോൺ ചെയ്തു ഒരാൾ. അവർ പഴയ SSക്കാരനാണ്. ഒരു അപകടം വെച്ച് കിടക്കുകയാണ്.
നട്ടെല്ല് തകർന്നിരിക്കും, നടക്കാൻ പറ്റില്ല. ജീവിക്കാൻ ഒരു മകൻ പഠിക്കുന്നു, അവന് കാശ് വേണം, ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, ആ ജോലി കൊണ്ട് ചെയ്യും, രോഗത്തിന് മരുന്നിന് ഒക്കെ വേണം, ചെക്കൻ്റെ ഫീസ് അടയ്ക്കാൻ പൈസ. അപ്പോൾ ആളെന്നെ പഴയ കാലത്തിലേക്ക് കൊണ്ട്, പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നില്ല, വല്ലൊരുക്ക് അവിടെ വന്ന് നമ്മളെല്ലാവരും ഒത്തുകൂടുമായിരുന്നു. ഇപ്പോഴും ചിലർ വരുന്നുണ്ട്, ചിലപ്പോൾ 500 രൂപ, ചിലപ്പോൾ അവരുടെ വീട്ടിലത്തെ ഓപ്പറേഷൻ്റെ കേസുകൾ പറഞ്ഞവർ പോവാറുണ്ട്. എന്താണ് സഖാവ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാനിതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ ഫൈറ്റർ മാധവനായിട്ട് സംസാരിച്ച് എനിക്കിപ്പോഴും ഓർമ്മ വരും. ഞാൻ പലരും പറഞ്ഞു ഫൈറ്റർ മാധവനെ നമ്മൾ ചെന്ന് കാണേണ്ടതാണ്. പക്ഷേ എത്ര പേർ ചെയ്തു? നമുക്ക് ചിലവാക്കാൻ പലപ്പോഴും പല സംഗതികളും എത്രയോ കോടിക്കണക്കിന് ആയിരക്കണക്കിന് ചിലവാക്കും, മദ്യം മേടിച്ചിട്ടും മറ്റുമൊക്കെ. പക്ഷേ ഇത് ഇയാളെ സഹായിച്ചെങ്കിൽ വലിയ ഉപകാരമുണ്ടായി. ഇതിനിടയിൽ എനിക്കൊരു കാര്യം സന്തോഷപൂർവ്വം അവൻ പറഞ്ഞ പേര് ഞാൻ പറയുന്നില്ല, സുരേഷ് കുറുപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്തിന് ഇക്ബാലെ ഒരു കുറിപ്പിട്ടത്, സുരേഷ് കുറുപ്പ് അവസാനം ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കിയിരിക്കുന്നു. ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കിയല്ലോ. ഒരു കാലത്ത് ഞങ്ങളെപ്പോലുള്ള ആൾക്ക് SFI ആളുകൾക്ക് ഈ SFIയിലൂടെ ഈ ലോകത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. സുസ്മേരവതനായ സുരേഷ് കുറുപ്പായതുകൊണ്ടല്ല. അന്ന് കുറുപ്പാണ്, ജാതിയൊന്നും നോക്കാറില്ല. CP ജോണും MA ബേബിയും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. MA ബേബി ഒരു കാല മുഖ്യമന്ത്രിയാവുമെന്ന് ഞാനൊക്കെ വിചാരിച്ചു. CP ജോൺ ഒരു യൂമസ് കഴിഞ്ഞാൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് CP ജോണിൻ്റെ വളരെ ഗംഭീരമായ നേതൃത്വം കേരളത്തിന് ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചു. സുരേഷ് കുറുപ്പ് അതേപോലെ തന്നെ ഈ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പലവിധ രാജ്യസഭയൊക്കെ ഉണ്ടായി. ഇന്ന് അദ്ദേഹം അത്ര പ്രായം വയസ്സൊന്നായിട്ടില്ല. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലത്തെ സാവത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇക്ബാലിൻ്റെ നല്ല ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പാണത്. ആ ബാന്ധവത്തെക്കുറിച്ച് ഓർത്തു എഴുതാണ് ഇക്ബാൽ. ഇപ്പോഴും സ്നേഹബന്ധം നിലനിർത്തുന്നു. ജോസഫ് ആയാൽ എന്നെയും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഞാൻ സൈമൺ ബ്രിട്ടോൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വരാമെന്നും പറഞ്ഞു. അദ്ദേഹം ഇതിനിടയിൽ അത് ഞാൻ കൂടി പറയുകയാണ്, സൈമൺ ബ്രിട്ടോൻ്റെ പരിപാടി ഞങ്ങൾ അനുസ്മരണം ചെറുതായിട്ടെങ്കിൽ നടത്തി. ഭാനുമതി ടീച്ചർക്കാണ് കൊടുത്തത്. രാജൻ വരണമെന്ന് ആഗ്രഹം, മന്ത്രി രാജൻ വരാമെന്ന് പറ്റില്ല, സീന ഭാസ്കറിൻ്റെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ സുരേഷ് കുറുപ്പൻ തെന്നി മാറുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ കാര്യം തന്നെയാണ് എൻ്റെ ഓർമ്മയിലുണ്ട്, ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ സുരേഷ് കുറുപ്പ് ഈ സൈമൺ ബ്രിട്ടോൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കിടക്കാമെന്ന് തോന്നുന്നു. സുരേഷ് കുറുപ്പ് പറഞ്ഞു, എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ ഇത്രയും വേഗം ഈ രാഷ്ട്രീയ ജീവനം ചുരുക്കിക്കൊണ്ടിരണമോ? നിങ്ങൾക്ക് മന്ത്രിപദത്തിലോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ മറ്റായിരുന്നില്ലേ? പക്ഷേ അദ്ദേഹം അല്പനേരം നിൽക്കുമ്പോൾ സൈമൺ ബ്രിട്ടോനെയാണ് ഓർമ്മ വരാറ്. സൈമൺ ബ്രിട്ടോനെ ഓർമ്മ വരുന്നതോടുകൂടി തൻ്റെ ഈ വക താല്പര്യങ്ങളോ ഈ പറഞ്ഞ ആളുകളുടെ സംസാരങ്ങളോ ഒക്കെ അപ്പുറം ഒരു പീഡനത്തിൻ്റെ, ഒരു അതിജീവനത്തിൻ്റെ, ഒരു സൗഹാർദ്ദതയുടെ, ഒരു സഖാവിൻ്റെ മനസ്സ് തേട്ടി വരുന്നു. അതോടുകൂടി ഞാൻ പൂർവാവസ്ഥയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് വരുന്നു എന്ന് സുരേഷ് കുറുപ്പ് പറഞ്ഞു. ആ മനസ്സുള്ള സുരേഷ് കുറുപ്പിൻ്റെ കാര്യം ഇവനും പറഞ്ഞു. എന്താ കാര്യം വെച്ചാൽ എവിടെയോ കോട്ടയം ഭാഗത്തേക്കാണ് അവൻ പോയത്, പണിക്ക് പോയത്. അവിടുത്തെ സുരേഷ് കുറുപ്പിനെ കാണുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിനെ കുറിച്ചുമൊക്കെ മനസ്സിലായി. ചിറയൻ ജോസഫിനെയും എൻ്റെ പേരും ഒക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറയും, തൻ്റെ കാറിൽ കയറ്റിയിരുത്തി അദ്ദേഹം ബസ് സ്റ്റോപ്പ് എവിടെയാണ് ഇറക്കേണ്ടത് അവിടെ കൊണ്ടിറക്കി എന്നും കൂടി ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. ആ കുറിപ്പെന്ന് ബ്രാഞ്ച് കമ്മിറ്റി, ഇക്ബാൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ എങ്ങനെയൊക്കെ വന്നപ്പെട്ടിട്ടുണ്ട്. എന്തോ ഔദാര്യമാണെന്ന്. എവിടെയാണ് നാം നഷ്ടപ്പെടുന്നത് എന്ന് വിഷമം എനിക്ക് തോന്നിപ്പോണെങ്കിൽ അത് ഞാൻ ഇടയിൽ കയറി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ സഞ്ചാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ എത്രത്തോളം പിന്നാക്കം പോകുന്നു എന്ന് എൻ്റെ വിഷമം നമുക്ക് കൂടെയുണ്ട്. എന്തായാലും ഞാൻ അത് അവസാനത്തിലേക്ക് വരുത്താമെന്നാണ്. എന്തായാലും ഈ നേരത്തെ അമലങ്കോനെ വിട്ടുകൊടുക്കാൻ കളയാത്ത ദാനമാജിയും നമ്മുടെ ലോകത്തിലുണ്ട്. അതിന് സഹായിക്കുന്ന ബഹ്റിൻ രാജാവും നമുക്കുണ്ട്. ഇവരെ കാണാൻ ലേഖകനും കൂടെ നടക്കാൻ ആഗ്രഹപ്പെടിച്ച ലേഖകനും നമ്മുടെ ഇടയിലുണ്ട്. അപൂർവങ്ങളായിട്ടും അത് നമുക്കൊരു ആശ്വാസം നൽകുകയാണ് വാസ്തവത്തിൽ. ഞാൻ നേരത്തെ മഹാമാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിടയിൽ യേശാസിൻ്റെ 85-ാം ദിനം കഴിഞ്ഞു. നമ്മുടെ MT വിട്ടുപോയിരിക്കുന്നു, മൻമോഹൻ സിംഗ് വിട്ടുപോയിരിക്കുന്നു, ഇപ്പോൾ M ശൈലജൻ.
എം ജയചന്ദ്രനെ നമ്മൾ കാണുമ്പോൾ ഒരു ഭാവഗായകൻ ഏറ്റവും നിസ്സനായിട്ടുള്ള അര പറഞ്ഞ പോലെ വിദ്യാധര മാസ്റ്റർ പോലെ ഏറ്റവും ശുദ്ധനായ നിഷ്കളങ്കനായ നിർമ്മലനായ ഒരു ഗായകനായിട്ട് വാക്കുകളിൽ വലിയ വലിയ വാചകം പറയാതെ ഈ സോദരത്തേനെ വാഴുന്ന മാതൃകസ്ഥാനമാണെന്ന് വലിയ വാചകത്തിൽ പറയാതെ വളരെ ശാന്തമായി പറയുകയും ഇടപഴകിയവരോടൊക്കെ ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. അതിൻ്റെ മരണമെല്ലാവരെയും കൊണ്ടുപോലും അദ്ദേഹം പോയിരിക്കുന്നത് വളരെ നമുക്കും പ്രയാസമുണ്ടാകുന്നതാണ്. ഈ സമയത്ത് ഈ യേശുദാസിനെ കുറിച്ച് ഒരു വാർത്തയും കൂടി കാണുക. ഞാൻ കുറ്റം കണ്ടുവത്തല്ല, നെഗറ്റിവിറ്റി കണ്ടുവത്തല്ല. നമ്മൾ വാക്കും പ്രവൃത്തിയും വളരെ അകലെയാകുന്നു. പ്രശസ്തിയും പണവും അധികാരവും വന്നാൽ അവർ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. കെ ജി യേശുദാസിൻ്റെ അനിയൻ എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏതോ ചാനൽകാരൻ റീച്ച് കിട്ടാൻ ആണെന്നറിയില്ല. ഏറ്റവും അതിന് മകൻ ഇപ്പോഴും ഉണ്ട്. ഏതോ ജോലി ഈ കൊച്ചിയിലാണ്. കൊച്ചിയിൽ അദ്ദേഹം ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന വാടക വീട്ടിൽ പണം കൊടുക്കാനില്ല. 3 വർഷം അവിടെ താമസിച്ചിട്ടും യേശുദാസ് അവിടെ വന്നില്ല എന്നാണ് നാട്ടുകാർ. അവർ കാണാൻ ആഗ്രഹിച്ചു. അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്താണ് കൊന്നതാണോ എന്നറിയില്ല. ഭാര്യയാണെങ്കിൽ അസുഖബാധിതയാണ്. അവരെ അന്വേഷിക്കാനുള്ള മനസ്സ് പോലും ഉണ്ടായില്ല. അത് ജനങ്ങൾ നിരാശയുണ്ട്. അപ്പം ഇന്ന് യൂട്യൂബുകാരൻ പറയുകയാണ്. അതുകൊണ്ട് അപ്പോൾ യേശുദാസിനോടും കൂടി പറയാണ്, ഇങ്ങനെ ലോകര കാര്യങ്ങളൊക്കെ പറയുമ്പോഴും തൻ്റെ സഹോദരനെ അതിൻ്റെ വേദനയെ, ഒരു കുട്ടിയെ വേദനയുടെ അതിൻ്റെ രഹസ്യങ്ങളും നമുക്കറിയില്ല. അന്വേഷിക്കണം, ആലോചിക്കണം. നിങ്ങളെ ദൈവം പോലെയാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് പറയുമ്പോഴെങ്കിലും യേശുദാസ് പല കാര്യത്തിൽ യേശു ഒരു കാശ് മേടിക്കുന്നതും ഒക്കെ പല എം ടി മരിച്ചിരിക്കുന്നതാണ്. എം ടിയെക്കുറിച്ച് ഇപ്പോൾ വലിയ അനുസ്മരണങ്ങൾ നടത്തുകയാണ്. ബാലേന്ദ്രൻ ഉള്ളിൽ കണ്ട് കുറിപ്പുമുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ചീത്ത പറഞ്ഞു, മരിച്ചപ്പോഴും ചീത്ത പറഞ്ഞാൽ പിന്നെ പ്രശ്നമുണ്ടോ എന്നാണ്. വസ്തുതയിൽ എം ടിയെക്കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞില്ല. എം ടിയുടെ രീതിയിൽ മനുഷ്യൻ്റെ വേദനകളും പ്രയാസങ്ങളൊക്കെ കഥകളിലൂടെ അവതരിപ്പിച്ചു. തൻ്റെ അനുഭവപ്പെട്ട അനുഭവങ്ങൾ ജീവിതങ്ങളിലേക്ക്, മനുഷ്യൻ മനസ്സുകളിലേക്ക് കടുപ്പിക്കാൻ ഈ ഐത്തും അനാചാരങ്ങൾക്കെതിരായിട്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് ഈ അദ്ദേഹം നവോത്ഥാന മൂല്യങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ മലയാള ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്തു. പക്ഷേ പ്രശസ്തി ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു ഭാഗം മാത്രം നമ്മൾ വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ വിഷമം തോന്നി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയെക്കുറിച്ച്, പ്രമീള നായരെക്കുറിച്ച്. ഒരു മാധ്യമങ്ങളും കണ്ടില്ല, ഏതോ മാധ്യമങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് പറഞ്ഞത്. വാസ്തവത്തിൽ മാധ്യമങ്ങൾ ആ പ്രമീള നായരും കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും. പക്ഷേ പോട്ടെ, മുൻ ഭാര്യയെങ്കിലാവട്ടെ. പക്ഷെ മകളെന്ത് ചെയ്തു? മുൻ മകളാണോ? അവളുടെ മകളും കൂടിയല്ലേ. അദ്ദേഹത്തിന് മകളുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ വാർത്തകൾ കൊടുക്കുകയാണ് നമ്മൾ. മാധ്യമം ഇതുപോലെ തന്നെയാണ്. ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ത്വരയാണ്, വാർത്ത റീച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ തെറ്റുകളൊന്നും മൂടി വയ്ക്കപ്പെടുകയാണ്. എം ടി ഈ പ്രമീള നായർ അദ്ദേഹം എഴുത്തുകാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പല കൃതികൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി മൊഴിമാറ്റം നടത്തിയ ആളാണ്. ഈ പിള്ള ഭാര്യ അവിടെ നൃത്തം പ്രേമണയും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ആവട്ടെ, അത് തെറ്റ് ഞാൻ പറയും. പക്ഷെ നല്ലതാണെന്ന് ഞാൻ പറയില്ല. ആ ഭാര്യ വ്യക്തിന് ഒരുപക്ഷെ സംശയരോഗം കൊണ്ടാണെന്ന് പറയുന്നത്. എന്നാൽ പോലും കുറച്ച് വർഷം കൂടെ നിന്ന് മകളും ഉള്ളതാണ്. അവരെ വിസ്മരിച്ച് മാത്രമല്ല, മരിക്കണ നേരത്ത്, മരിക്കണ വരെ എം ടിയെ മനസ്സിൽ ആരാധിച്ചു പോകും. മരണസമയത്ത് കാണുമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും എം ടി പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്. എന്തായാലും വിവാഹിതരായി വേർപിരിയുക എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ജീവിതത്തിൽ എനിക്കൊന്നും അങ്ങനെ സംഗതികൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യർ തമ്മിൽ അല്പകാര്യങ്ങളും ബന്ധപ്പെട്ട് സഹോദരിച്ച് വേപ്പല പോലെ വലിച്ചെറിയാവുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. പരിചയങ്ങളാണ്, പേര് ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടി പ്രേമവിവാഹം കഴിച്ചതാണ്. ഒല്ലൂരിലാണ്. അയാൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചു, കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അവൾ എൻ്റെ ബന്ധം ഒഴിവാക്കി എനിക്ക് 4 ലക്ഷം തന്നു. എന്നെ ഒഴിവാക്കി. ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര വർഷം 10-20 വർഷം നടന്ന് 4 ലക്ഷം നീ നിനക്ക് വിഷമമില്ലേ? മക്കൾ കല്യാണം കഴിഞ്ഞു, വേറെ കല്യാണം കഴിച്ചു. കൗബി അടുത്ത് തന്നെ കണ്ടില്ല. ഞാൻ എങ്ങനെയാണ് എന്ന് എനിക്ക് വളരെ വിഷമം തോന്നിയത്. ഞാൻ പറയുമ്പോൾ ആരും അവരവരിൽ ചുണ്ടരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു മാത്രമല്ല, ആരെയും മനുഷ്യബന്ധങ്ങൾ അങ്ങനെ അർത്ഥമുട്ടാൻ പാടില്ല എന്ന് തന്നെയാണ്. ഈ നെൽസൺ മണ്ടേലയുടെ ഭാര്യയെ ഒഴിവെച്ചിട്ടും എനിക്ക് വളരെ വേദന തോന്നി. മഞ്ജു വാര്യരും ദിലീപും വേർപിരിയുമ്പോഴും വേദന തോന്നി എന്ന് തന്നെയാണ്.
എന്തായാലും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ വലിയ വലിയ ആളുകളായാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് വരുന്നത് ശരിയായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. നമുക്ക് തെറ്റുപറ്റും, രാഷ്ട്രീയക്കാരായാലും തെറ്റുപറ്റും. ആരെ പറഞ്ഞു ഈ യുവജന വേദിയിൽ പിണറായി വിജയൻ വരുന്നുണ്ട്, മുഖ്യമന്ത്രി വരുന്നുണ്ട്, കുട്ടികളോട് എന്ത് സംസാരിക്കണം ഞാൻ കാണട്ടെ. വാസ്തവത്തിൽ തൻ്റെ മക്കളോട് പേരമക്കളോട് സംവദിക്കാനും കൊഞ്ചിക്കുഴയാനും സ്നേഹം മുത്തമിടാനും അറിയുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി. അതിനേക്കാൾ 10 ഇരട്ടി നാട്ടുകാരുടെ കുട്ടികളെ ചുംബിക്കാനും ആശ്ലേഷിക്കാനും നാട്ടുകാർ കൈ കൊടുക്കാനും അമ്മമാരെ തട്ടാനും അവരോട് സംസാരിക്കാനും കഴിവുണ്ടാകണം, ശക്തിയാർജിക്കണം. അത്രയുള്ളവർ മാത്രമേ മുഖ്യമന്ത്രി ആവാൻ പാടുള്ളൂ എന്ന അഭിപ്രായക്കാരന് ഞാൻ. നിങ്ങൾ എൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറയുന്ന ഒരു നേതാവിനെ വിളിച്ചു പുറപ്പിക്കരുത്. അവർ വീട്ടിലിരിക്കേണ്ടവരാണ്, നാട്ടിലെ സേവകരാണ്. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും പള്ളി വികാരിയായാലും പൂജാരിയായാലും അവർ അതിന് യോഗ്യരല്ലെങ്കിൽ അവരെ നമ്മൾ നിഷ്കാസനം ചെയ്യണം. പക്ഷേ ഇത് മാറ്റം വന്നിട്ടുണ്ട്, തലോടാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം കൃത്രിമത്വം നയിക്കണം, അവർക്ക് അറിയാണ്ടൊന്നല്ല. ഇതിന് ഒരുപാട് ഗുണങ്ങളില്ല എന്നല്ല, പക്ഷേ തൻ്റെ ദോഷങ്ങൾ ഗുണമായെന്ന് പറഞ്ഞാൽ ന്യായീകര തൊഴിലാളികൾ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും ആ കുട്ടികളോട് ഒരു അമ്മൂമ്മ സംസാരിക്കും, ചിലപ്പോൾ ദേഹത്ത് തൊട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഹണി റോസിനെ കുറ്റം പറയുമ്പോൾ അവിടെ കൈയടിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദ മാഷ് മൈക്ക് ഓപ്പറേറ്റർ ചീത്ത പറയുമ്പോൾ കൈയടിച്ച പാർട്ടിക്കാരുണ്ട്. ഇത് ശരിയാണോ? ഏതെങ്കിലും നേതാവ് പ്രശസ്തിയുള്ള ആൾ വന്ന് എന്തെങ്കിലും വീട്ടിത്തരം പറഞ്ഞാൽ തെമ്മരത്തിലമാർ കൈയടിക്കുന്നവരായിരിക്കരുത്, പ്രത്യേകിച്ച് പാർട്ടിക്കാർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ദോഷങ്ങളാണ് നാം കാണുന്നത്. എന്തായാലും ഞാൻ ഈ തരത്തിൽ നമ്മുടെ സമൂഹം ആയിക്കൂടാ. കണ്ടില്ലേ ഇപ്പോൾ ആരാ നേതാക്കൾ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ? സനാതനധർമ്മം നമ്മുടെ മനസ്സിലുള്ളത് അത് നശിക്കാത്തത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്, അത് ഓക്സിജൻ വേണമെന്നുള്ളത് സനാതനമാണെന്ന് ആ തരത്തിൽ വേണമെങ്കിൽ വാദിക്കാം. നമ്മൾ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യസ്നേഹം, മാതൃസ്നേഹം, അതുപോലെ സംസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം സനാതനം നമ്മൾ വിശ്വസിച്ചുകൂടാ സാധനം. പക്ഷേ ഉള്ളു തുറന്ന് സനാതനം എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമായി. അപ്പോൾ ദളിത് ആക്ച്വലി ചോദിക്കുന്നത് ശരിയാണ്. ഏതെങ്കിലും സനാതനധർമ്മം ഏതെങ്കിലും ദളിതിനെ ബ്രാഹ്മണനാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ദളിതിനെ നിങ്ങൾ എന്തുകൊണ്ട് ഗുരുവായൂരിൽ അമ്പലത്തിൽ പൂജാരിയാക്കുന്നില്ല? എന്തുകൊണ്ട് ശബരിമലയിൽ നിങ്ങൾ പൂജാരിയാക്കുന്നില്ല? അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ അയ്യപ്പൻ പേരിടുന്നില്ല ദളിതിനെ എന്നും ചോദിക്കുന്ന ആളുകൾ പലരും ഉണ്ട്. സത്യവുമുണ്ട്. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പേര് അതുകൊണ്ടാണ് കനിമൊഴിയുടെ നമ്മുടെ ദയാനിധി ഉദയനിധി പറഞ്ഞു സനാതനധർമ്മം ഈ അടിമത്തത്തിൻ്റെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സജയ് കുമാർ മറ്റേ നല്ല പഠനം നടത്തുന്ന സണ്ണി കപ്പിക്കാടൊക്കെ പറയുന്നത് ദളിതരെ അടിച്ചമർത്തുന്ന സംവിധാനമാണെന്ന്. ഇതിനുള്ളിൽ വന്നു കയറി വലിയ ബോഷ്കാണ്, അതിനെയാണ് വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞ് ഭ്രാന്താലയം എന്നെങ്കിലും പറയാനൊരാളുണ്ടായില്ല. പിന്നെ പറഞ്ഞത് സവർണർക്ക് അതൊക്കെ വിമർശനം വേറെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നാം ഈ ഇത്യാദി കാര്യങ്ങളിലെ സനാതനധർമ്മമെന്നോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഫലം നമ്മുടെ മുന്നിൽ കാണുമ്പോഴേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മതിയോ? കമ്മ്യൂണിസ്റ്റ് കാണണം എന്നാലേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ അവസാനത്തിൽ കിടക്കുക ഒരു പെൺകുട്ടിയുടെ പ്രസംഗം എൻ്റെ തലച്ചോറിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവസാനം അത് പറഞ്ഞുകൊണ്ട് അവസാനിച്ച് അപ്പം നമ്മുടെ നാടാകത്തിൽ ഡ്രമ്പ് എല്ലാവിധ തെമ്മാടത്തിരിഞ്ഞാൽ പൈസയും പണമൊക്കെ ഉണ്ട്. അയാൾ അങ്ങനെ ഇപ്പോൾ ഡ്രമ്പ് കയറിൻ്റെ പണ്ടടങ്ങിയിട്ട് ഇനിയിപ്പോൾ പറയുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചടക്കണം, മെക്സിക്കോ എതിരെയുള്ള യുദ്ധപ്രഖ്യാപനം, കാനഡയെ വരുതിയിൽ വരുത്തണം, ലോകത്തിലെമ്പാടും പോലീസായി ചമയണം എന്ന് പറയുന്ന ഉണ്ടാവുകയാണ്. ഇപ്പം എല്ലാം ഒരു ലെവനിൽ പുതിയ രാഷ്ട്രപതി പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. സമാനം ഉണ്ടാവും നോക്കുക. യമനിലെ നമ്മുടെ നിമിഷപ്രിയ അല്ലേ നിമിഷ അത് തൂക്കേറിയിട്ടുള്ള യഹൂദികളുടെ കയ്യിലാണ്, അതുകൊണ്ട് രക്ഷയില്ല എന്ന് തോന്നുന്നു. നമ്മുടെ മറ്റൊരു ഹക്കിമോ അവരുടെ സൗദി അറേബ്യയിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല, വീട്ടിലെത്താൻ കഴിയില്ല. അമ്മ കരഞ്ഞിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് റഹീം. ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. ഈ പുതിയ ലോകത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണും. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന അന്വേഷണം തന്നെയാണ് ശരി. കർഷകരവിടെ യുദ്ധം ചെയ്യുകയാണ് ശംഭുവിലും. അപ്പോൾ ആ ഒരാൾ എത്രയോ കാലങ്ങളായി അവിടെ എടുക്കുകയാണ്, ഉപവാസത്തിരിക്കുകയാണ്. കർഷകർ സമരം ചെയ്യുകയാണ്. തങ്ങളുടെ വില നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടാവണം. പഞ്ചാബിൽ ഹരിയാനയുടെ അതിർത്തികളിലൊക്കെ സമരമാണ്. പണ്ടത്തെ പോലെ ഊർജ്ജ സ്ഥലമല്ല, എല്ലാ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു സമരം നിസ്സാരമല്ല. ഈ സമരം കർഷക സമരമാണ്, കർഷകരുടെ കൂട്ടായ്മയാണ്, കർഷക ശക്തിയാണ് ഇന്ത്യയുടെ മാറ്റം തീർക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും സനാതനത്തിലേക്ക് വരികയാണ്.
ഇവിടെ ഷർട്ട് ഊരി കിടക്കണം. അങ്ങനെ ഏത് ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ ഭയങ്കര മോശമായി. പലവിധ സ്വാമിമാരും പറഞ്ഞു തെറ്റാണെന്ന്, എന്നിട്ട് പറ്റിയില്ല. അവിടെ ദൈവം നെഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് ആവാഹിക്കണമെങ്കിൽ ഷർട്ട് ഊരണം. എന്ത് വിവരമൊക്കെ ഇടാകാൻ. എനിക്ക് ഈ നമ്മുടെ പെട്ടെന്ന് ഇതിനിടയിൽ ചിരി വന്ന് ഒരു കവിതയും കൂടിയും വായിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. സമയം വൈകുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെയാണ്. ജോൽസ് എന്നാണ് കവിതയുടെ പേര്. ജോൽസിൻ്റെ ഭാര്യയെ കാണുവാനില്ല, ചന്ദ്രൻ അപഹരിച്ചോ, രാഹുവോ കേതുവോ എപ്പോട്ട് നടത്തിയോ, ചുവ പിടിച്ചോ, ശനി മറച്ചോ, അയാൾ കവടി നിരത്തിയതേയില്ല. നേരെ നടന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. തൻ്റെ ഭാര്യ പോയപ്പോൾ ആക്ഷേപകാസിയാണെങ്കിൽ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. മറ്റൊരു ചെറിയ ചോദ്യം കൂടി അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. രാഹുകാലമാണ്. 1.5 മണിക്കൂർ അയാൾ പിടിച്ചു നിന്നു. രാഹുകാലത്തിൽ മൂത്രമൊഴിക്കുന്നത് എങ്ങനെ? കുറേ കാലമായപ്പോൾ ഡോക്ടറെ കാണേണ്ടി വന്നു. അന്ന് തുടങ്ങി ഗുളിക കാലം. നമ്മളുടെ വിഡ്ഢിത്തരങ്ങൾക്കൊരു പരിധി വേണ്ടേ? എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഏതൊരു ഡോക്ടർ പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. നമ്മുടെ നവോത്ഥാനം നാട്ടിൽ ഇങ്ങനെ ഓരോ ആളുകളും മരിക്കും. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച്, അയ്യങ്കാളിയെക്കുറിച്ച്, ഇപ്പോൾ വേലായുധ പണിക്കരെ കുറിച്ചൊന്നും ആവേശം കൊള്ളും. നടപ്പാവുന്നുണ്ടോ? ഇല്ല. ഡോക്ടർ പറഞ്ഞതെന്ന് പറയും, ഒരാൾ ആസ്മ കൂടുതലായി മരിക്കാറാ പറയും. ശ്വാസം വലിക്കുക, അപ്പം മരുന്ന് കൊടുക്കാം. അപ്പോൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസമാണ്. അപ്പോൾ അവൾ ഒരു വീട്ടുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിർവീര്യമാക്കി നല്ല ജീവനോടുകൂടി സ്വർഗത്തിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലാണ്ട് ജീവച്ഛവമായിട്ട് പോകാൻ പാടില്ല. ഇയാൾ പറയാണ് എനിക്ക് ഗുളിക തരുമെന്ന്. അങ്ങനെ പാസ്റ്ററോട് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറയേ ചെയ്യാൻ പാടില്ല. അത് ഹോട്ടലോട് കൂടി വളരെ സജീവമായിട്ട് പോയിട്ട് ദൈവത്തിൻ്റെ മുന്നിലേക്ക് വരണം. ഇയാൾ ശ്വാസം മുട്ടി വലിക്കുന്നു, ശ്വാസം കിട്ടാനില്ല, ഓക്സിജൻ കിട്ടാനില്ല, എന്നിട്ടും പറയാണ്. അങ്ങനെ പാസ്റ്ററെ കൺവിൻസ് ചെയ്തു ഡോക്ടർ, ഒന്ന് കൊടുക്കുക. പാസ്റ്റർ പറഞ്ഞു കൊടുക്ക്, സാരില്ല. എന്നാലും ഭാര്യ പറഞ്ഞു കൊടുക്കരുത്. എൻ്റെ കരഞ്ഞിട്ടാണ് പറയുന്നത്. എൻ്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ യഥാർത്ഥ ജീവനോട് കൂടി കാണണം, അല്ലാണ്ട് ജീവച്ഛവമായി പോകാൻ പാടില്ല എന്ന് കരയാണ്. സ്നേഹം കൊണ്ടാണ് അവർ തലച്ചോറിൽ കയറിയിട്ടുള്ളത്. ഇവിടെ ചെല്ലുമ്പോൾ എവിടെ മരിച്ച കാര്യമാണ് പറയുന്നത്, അവിടേക്ക് പോകുന്നത്. ഇയാൾ ശ്വാസം കിട്ടാണ്ട് മരിക്കാൻ കിടക്കാൻ പോകുന്നത്. ഒന്ന് ശ്വാസം ജീവിക്കാനുള്ള ഗുളിക കൊടുത്ത് അദ്ദേഹത്തിന് സമാധാനമായിട്ട് മരിക്കാനുള്ള അവസരമാണ് ഭാര്യ കൊടുക്കേണ്ടത്. അതിന് തലച്ചോറിൽ കയറിക്കെന്താ ദൈവത്തിൻ്റെ ഈ അനാവശ്യ അന്ധമായ ചിന്തകളാണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഭ്രാന്തിൻ്റെ അംശം. ഇതിനെയൊക്കെ തല്ലി പൊളിച്ച് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സമർപ്പിക്കുകയാണ്. ലോകം അങ്ങനെ നീണ്ടു, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുമായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കും എന്തായാലും കേരളത്തിൽ ആരോ പറഞ്ഞു ഇനി ഈ ഹിന്ദുത്വവൽക്കരിക്കലും രാജകുടുംബത്തിന് മനു ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രമാവില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ അയ്യങ്കാളിയും കേളപ്പനും AKGയും അതുപോലെ തന്നെ അയ്യപ്പനും ഒക്കെയുള്ള ഉള്ള സ്ഥലത്ത് ആരാടുകൂരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതിനെയും ഈ ഭ്രാന്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവും എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പോൾ ഞാൻ വയനാട്ടിലത്തെ നമ്മുടെ കരുവന്നൂരത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ വയനാട്ടിലത്തെ ആളുടെ മരണത്തെക്കുറിച്ച് പറയും. ഇങ്ങനെ ഓരോ സ്ഥലത്തും പറയും. എന്നാൽ ഇതില്ലാതിരിക്കാൻ ഓരോ സന്ദർഭം വരുമ്പോൾ അതാത് പാർട്ടിക്കാർ അവരവരെ സംരക്ഷിക്കും. അവസാനം എന്തുണ്ടാവും? ഈ ലഹളമായ പത്രങ്ങൾ അവരവർക്ക് താല്പര്യമുള്ള ആളുകളെ അവർ പരിപോഷിച്ചു വരും. ഈ ചെറിയ സമരങ്ങൾ പോലും നമ്മൾ നിസ്സാരമല്ലെന്ന് ഞാൻ ഇതിനെ കൂടി പറയുന്നു. കോടന്നൂർ സമരം 5801 ദിവസമായി 128 ദിവസം സ്ഥിരം നടത്തുന്ന സത്യാഗ്രഹം. ബംഗാളി ദിവാകരൻ, പാറയ്ക്കൽ ഹരിദാസ്, ശകുന്തള സുബ്രഹ്മണ്യൻ, ആനന്ദ വിജയൻ, ജൂബി മാത്യു ചിറയത്ത് ഒട്ടേറെ ആളുകൾ ഇങ്ങനെ സമരം ചെയ്യും. ഇതും വേണം. കർഷക സമരം പോലെ അണയാത്ത തീ. മദ്യത്തിനും മയക്കും ദീപി അടുത്ത കാലത്താണ് അച്ഛനെ മുത്തച്ഛനെയും അമ്മയെയും കൊന്നത് കാശ് കിട്ടാൻ മദ്യം കഴിക്കാൻ വേണ്ടി മാത്രം, ലഹരി മരുന്നിന് വേണ്ടി മാത്രം. ആരാണ് ശ്രദ്ധിക്കുന്നതെന്ന് അറിയുന്നില്ല. ഇതെല്ലാം നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഈ PC ജോർജിനുള്ള ഭ്രാന്തം, ഈ നികൃഷ്ട മനുഷ്യർ ഇങ്ങനെ ഇത്ര പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട്. വെളിച്ചെണ്ണപ്പം അരവണ പായസം തിന്നരുതെന്ന് പറഞ്ഞ അച്ഛന്മാരുണ്ടാവുന്നു. ബേക്കറി, മുസ്ലിമിൻ്റെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കരുത് കേക്ക്, അവനവൻ്റെ എന്തെല്ലാം അസംബന്ധം. ഇവരൊക്കെ അതാത് പാർട്ടിക്കാർ, അതാത് സമുദായങ്ങൾ, അതാത് വിശ്വാസികൾ, അതാത് നേതാക്കളെ നിലയ്ക്ക് നിർത്താൻ പഠിച്ചില്ല എങ്കിൽ നമ്മളെ എല്ലാവർ നരകത്തിലേക്ക്, നാശത്തിലേക്ക് തള്ളിവിടും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത് ഞാൻ സമർപ്പിക്കുകയാണ്. ഇടതുപക്ഷത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്, അല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ.
ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും കാലത്ത് കാണുമ്പോൾ എന്നോടെല്ലാം ഓരോരുത്തർ കാണും. കൂട്ടലൂർ സഹകരണ സംഘത്തിൻ്റെ ബന്ധം ഒന്നല്ലെങ്കിൽ ഡയറക്ടർ ബോർഡായിരിക്കും, അല്ലെങ്കിൽ പൈസ എടുത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ മുൻ മെമ്പർമാരായിരിക്കും. ചിലർ 10, 50, 60 ലക്ഷം ഇപ്പോൾ കടമാണ്. ചിലർ പറയും എന്താ ചെയ്യുക, ഞങ്ങളെന്താ ചെയ്യുക, ദേശാഭിമാനിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പൈസ എടുത്തത്, ഇപ്പോൾ ഞാൻ മാത്രം കടക്കാരനായി. ചിലർ ദേശാഭിമാനി 100 എണ്ണം നിർബന്ധിച്ച് പിടിപ്പിച്ചു, അത് 10 ദിവസം കഴിയുമ്പോൾ അത് 75 എണ്ണം നിർത്തി. ഈ 70 എണ്ണം നിർത്തിയപ്പോൾ ബാക്കിയുള്ള പൈസ അടയ്ക്കണം. ആ പൈസ അടയ്ക്കാനില്ല. ചിലരെന്ത് ചെയ്യുകയാണെങ്കിൽ അടയ്ക്കണ പൈസയൊക്കെ തന്നെ കീശയിലിട്ടു, കണക്കിൽ വെച്ചില്ല. ആ ഒരുക്കുണ്ട്. അങ്ങനെ എല്ലാ ബ്രാഞ്ചിലും 5ഉം 10ഉം ലക്ഷവും ഈ ദേശാഭിമാനി ചിലവർ അങ്ങനെ. ചിലർ ഇതിൻ്റെ നേതാക്കളുണ്ട്. ഈ നേതാക്കൾ 30-40 ലക്ഷം കടമെടുത്തുണ്ടെന്നാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഔദ്യോഗിക ഇപ്പോഴും ഭാരവാഹികളായിട്ട് തുടർന്നു. അവരും കടമെടുത്തിട്ടുണ്ട്, തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും പ്രയാസപ്പെടണം. അങ്ങനെ ഈ സഹകരണ സംഘം അതിഗുരുതരമായി പ്രതിഷ്ഠിച്ചു. പുതിയ ഭരണസമിതി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇത്യാദി കാര്യങ്ങളും കൂടി നടത്തും. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളിലും ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് അത് പറയാൻ കാരണം നമ്മുടെ സമൂഹം ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഒരാളോട് ചോദിച്ചു പറഞ്ഞു, വലിയ സഹവേഖനൊന്നല്ല, ബ്രാഞ്ച് സെക്രട്ടറി ആകുമ്പോൾ ചോദിക്കുന്നത് ഭാര്യയ്ക്ക് ജോലി കൊടുക്കുമെന്നാണ്. ഞാൻ അല്ല, നീ LC-യിലേക്ക് പോകേണ്ട ആളല്ലേ? എനിക്ക് LC ഒന്നും വേണ്ട, എനിക്ക് ഈ തട്ടകത്തിൽ ജീവിച്ചാൽ മതി, അവിടെ പോയാൽ കൂടുതൽ. അപ്പോൾ കള്ളന്മാർക്ക് കഞ്ഞി വെച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുന്ന ധാരണ പറഞ്ഞിരിക്കും. എല്ലാവരും അഴിമതിക്കാരാണ്. മറ്റു കമ്മ്യൂണിസ്റ്റുകാർക്ക് അഴിമതി ചെയ്യില്ല, അക്രമമൊക്കെ നടത്തുന്നല്ലാതെ അഴിമതി ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇത് ഇടതുപക്ഷം നശിച്ചാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ ഫലത്തെക്കുറിച്ച് ഞാനുള്ള ആളുകളെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ പുതിയ ഈ ഒല്ലൂർ ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞതാണ്, NN ദിവാകർ. വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിൽ ശുഭപ്രതീക്ഷയുണ്ട്. എല്ലാവരും ഒന്നിപ്പിക്കണം. കണ്ടംകുളത്തി പണ്ടത്തെ VS-ൻ്റെ പക്ഷക്കാരനോട് അടിച്ചൊതുക്കരുത്. KP പോളിന് വന്ന് ഇവർ ചെയ്ത തെമ്മാടിത്തര ഇവരെല്ലാം ഇതന്നെ ചെയ്തിരുന്നു. അവർക്കെതിരായിട്ട് പ്രവർത്തിക്കണം. അതേ അവസരത്തിൽ അവരും കൂടി കോർഡിനേറ്റ് ചെയ്യണം. KM രാധാകൃഷ്ണനും KG രാധാകൃഷ്ണനും കൂടെ കൊണ്ടുവരണം. ഗ്രാസ് റൂട്ടിൽ ചെന്ന് മനുഷ്യരെ സമാധാനം കണ്ടെത്തണം, അവർക്ക് ആശ്വാസം കൊണ്ടണം എന്നാണ് ഞാൻ NN ദിവാകരനോട് കൂടി സംസാരിച്ചത്. അദ്ദേഹം അതിന് താല്പര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ഇടതുപക്ഷം നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിർത്താൻ പോവുകയാണ്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പെൺകുട്ടിയാണ്. മലപ്പുറത്താണ്, ജില്ലാ സമ്മേളനത്തിനാണ് സംസാരിച്ചത്. ആ വേഷം കൊണ്ടിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ PA അൻവർ എന്തായിരുന്നു സഖാക്കളെ എന്ന് വിളിച്ചിപ്പോൾ സഖാക്കളെ വിളിക്കണമെന്നില്ലേ വാസ്തവത്തിൽ? ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ മനുഷ്യരുണ്ടാവും വാസ്തവത്തിൽ. ആ ആളുകളുടെ പിന്നാലെ പോവുകയല്ലേ വേണ്ടത്, അവർക്ക് കിട്ടാണ്ടാവുമ്പോൾ പോവും. അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ അജിത് കുമാറിന് ഇപ്പോൾ കയറ്റം കൊടുത്തു, ഈ പൂരം കളിക്കാൻ ആളുകളില്ല. അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യമൊക്കെ എല്ലാവർക്കറിയാം. ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല ഒരാൾക്ക്. കഥയും കവിതയൊക്കെ നന്നായിട്ട് എഴുതും, പല സാഹിത്യമൊക്കെ ഇരിക്കും. പക്ഷേ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമുള്ളവർ വിരലിലെണ്ണാവുന്നവരാണ്. അവരൊന്നും രക്ഷപ്പെടില്ല വാസ്തവത്തിൽ. ഈ നമ്മുടെ സുരേഷ് കുറുപ്പിനെ പോലെ ഒക്കെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ആയിട്ട് അവസാനിക്കും. കള്ളന്മാർക്ക് കഞ്ഞി വയ്ക്കുന്നവർ മേലോട്ട് പോകും. അത് പ്രസ്ഥാനവും നാടും നശിക്കും എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവസ്ഥയാണ്. ഞങ്ങളൊരു കൂടി ഒരു നാളികേര സംഘം തുടങ്ങി. എൻ്റെ ഗുരുവായൂരപ്പോൾ ഞാൻ 10,000 കൊടുത്തു, ഞാൻ 5,000 തിരിച്ചു മേടിച്ചുള്ളൂ. 5,000 ആളുകൾ സംഭാവന മേടിച്ചിട്ട് കൊടുക്കാം. ഈ അടുത്താണ് എന്നെ ആൾ ഫോൺ ചെയ്തത്. 10 രൂപ മേടിച്ചാണ് 2,000 രൂപ മേടിച്ച് സംഭാവന മേടിച്ചാൽ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുത്തത്. ഇതൊരു കൊടുത്തില്ല, ആർക്കും നാണമില്ല. എന്നാൽ പരിപാടി നന്നായി സ്വന്തം വ്യക്തിപരമായിട്ട് നടത്താണ് അവർ. ഈ പ്രശസ്തിയും ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. ചോദ്യം ചെയ്യുന്നതിലില്ല, പിന്നെ അത് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ചോദ്യം. ഞാൻ മൊത്തം സമയം ഇങ്ങനെ കലങ്ങി പറഞ്ഞിരിക്കുകയാണ്. സത്യസന്ധത ഇല്ലാത്ത ലോകമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ കുട്ടിയുടെ പ്രസംഗം കേട്ടു, വാസ്തവത്തിൽ നന്നായിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് ആ കുട്ടി സംസാരിച്ചത്. ആ കുട്ടി വളരെ വികാരപരിചയമായിട്ടാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് P. അൻവറിൻ്റെ വീട്ടിലേക്ക് നിലമ്പൂർ ആയിഷ പോയ കാര്യമാണ് സംസാരിച്ചത്. അപ്പോൾ ആയിഷ അന്ന് വൈകുന്നേരം തന്നെ കുറിപ്പിട്ടു അത്രേ. ആൾക്ക് വേണമെങ്കിൽ 90 വയസ്സാവുന്ന ആയിഷമ്മയ്ക്ക് പിറ്റേ ദിവസം ഇട്ടാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ആയിഷമ്മ പറഞ്ഞു, അതായത് ഞങ്ങളെപ്പോലെ ആളുകൾ പട്ടിണി കിടന്ന് നാടകം കളിച്ചിട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നിന്നെപ്പോലുള്ള ആളുകളാണ് പോയാൽ ഈ പട്ടിണി നശിക്കില്ല എന്ന് പറയുന്നത് വികാരം കൊണ്ടിട്ട് തന്നെയാണ്, സത്യവുമാണ്. ധീരരായ മനുഷ്യർ, ഒരുപാട് മനുഷ്യർ, ആയിഷമ്മയെ പോലെ, KPC സുലോചനയെ പോലെ, അല്ലെങ്കിൽ ഒട്ടേറെ കൃഷ്ണപ്പള്ളി പോലെ, AKG പോലെ, ഈംസിനെ പോലെ, KR തോമസിനെ പോലെ, കൊച്ചിനിമാരെ പോലെ, ഒട്ടേറെ ഈ നമ്മുടെ സമയപുട്ടയെ പോലെയുള്ള ആളുകളെല്ലാം അനുഭവിച്ച്
അതിനെയെല്ലാം ഈ തങ്ങളുടെ ആദർശം, തങ്ങളുടെ മൂല്യം നഷ്ടപ്പെടാതെ മുന്നോട്ട് സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന കാര്യം ഓർമ്മിച്ചാൽ സി പി ജോണിൻ്റെ വാക്ക് ഞാൻ കണക്കെടുത്തുവാണ്. സി പി ജോൺ പോയെങ്കിലും പോയത് നല്ല സ്ഥലത്തേക്കാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല എന്ന് പറയും. അദ്ദേഹം പറഞ്ഞൊരു നിരീക്ഷണം വളരെ ശ്രദ്ധയിൽ എൻ്റെ പെട്ടു. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഇതുപോലെ തന്നെ എൽ സി സമ്മേളനം, ബ്രയൽ സമ്മേളനം നടന്നിരുന്നു. ബ്രയൽ സമ്മേളനം പലതും നടന്നില്ല, അതിന് വരെ എൽ സി സമ്മേളനം നടത്തും. പല സ്ഥലങ്ങളിൽ എൽ സി സമ്മേളനം നടന്നില്ല, പേരിയ സമ്മേളനം നടത്തും. അങ്ങനെ നടക്കാതെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അമ്പേ പരാജയപ്പെട്ടു. ഇരുവരെ അതിന് മോചനം കിട്ടിയിട്ടില്ല, 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അത് ദുസ്സൂചനയാണ്. ഇവിടെയും പല കരുനാഗപ്പള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ ബ്രാഞ്ചുകളും ഏരിയ സമ്മേളനങ്ങളും നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ദുസ്സൂചനയാണ്. എല്ലാ സഹകരണ സംഘങ്ങളിലും അഴിമതിയും കള്ളത്തരത്തിൻ്റെയും കാലുപിടുത്തക്കാരുടെയും ഒക്കെ ഉണ്ട്. പല ആളുകൾക്കും സ്വയം വേദന വരുമ്പോൾ മാത്രമേ അത് മോങ്ങിലുള്ളൂ. മറിച്ച് നേരിട്ട് യുദ്ധം ചെയ്ത്, നേരിട്ട് സംസാരിച്ച് വിമർശിച്ച് സ്വയം പ്രശ്നം നടത്തി എതിർത്ത് തോൽപ്പിക്കുക കഴിവുള്ള എണ്ണം കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ധീരമായ ആളുകൾ ഉണ്ടാകും. ഈ സമൂഹം നന്നാവണമെന്നും ഈ ചൂഷണത്തിന് അതിജീവിക്കുന്ന ലോകമുണ്ടാവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.